കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ ചാനലിൽ നടത്തിയ ഒരു പോളിൽ ഏത് വീഡിയോകളാണ് കൂടുതലായിട്ട് വേണ്ടതെന്നുള്ളൊരു പോളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ, അത് തന്നെ ക്ലിക്ക് ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളായിരുന്നു. സോ ഇനി ഈ ഒരു വീക്കിൽ നമുക്ക് ക്ലിക്ക് ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഒരു സക്സസ് വളരെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്നോളം നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ക്ലിക്ക് ബാങ്ക് അല്ലെങ്കിൽ ക്ലിക്ക് ബാങ്ക് മാർക്കറ്റ് പ്ലേസിനെ കുറിച്ച് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ്, ഞാൻ ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. ഈ പ്ലേലിസ്റ്റിൽ അടങ്ങുന്ന വീഡിയോകൾ കുറേ മുൻപ് തന്നെ നമ്മൾ ക്ലിക്ക് ബാങ്കിന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലിക്ക് ബാങ്ക്, എങ്ങനെയാണ് ക്ലിക്ക് ബാങ്ക് നമുക്ക് ഏണിംഗ് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് നമുക്ക് ക്ലിക്ക് ബാങ്കിനകത്തുള്ള ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് റവന്യൂ ഉണ്ടാക്കാം, അതിലേക്ക് നല്ല ട്രാഫിക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് കൂടി നോക്കാം. സോ എല്ലാവർക്കും മല്ലു ഫ്രീലാൻസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നെക്സ്റ്റ് നമുക്ക് ഏതാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് പ്രൊമോട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ലിക്ക് ബാങ്കിൻ്റെ ബേസ് അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിക്ക് ബാങ്കിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണണം. ബിക്കോസ് അതിനകത്ത് നമുക്ക് എന്താണ് ക്ലിക്ക് ബാങ്ക് എന്നുള്ളതും എങ്ങനെ നമുക്ക് അവിടുന്ന് റവന്യൂ കണ്ടെത്താം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ബേസ് വീഡിയോയിൽ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്നത്തെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ നമുക്ക് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് ഹോം ആൻഡ് ഗാർഡൻ എന്ന് പറയുന്ന കാറ്റഗറിക്ക് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഹോം ആൻഡ് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സെയിലാവുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്കിവിടെ ഈ ഒരു പേജ് ഫസ്റ്റിൽ പേജ് 1 നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ബ്രെയിൻ ട്രെയിനിങ് ഫോർ ഡോഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഓൾറെഡി കുറച്ച് മുൻപ് തന്നെ ക്ലിക്ക് ബാങ്കിനകത്ത് വളരെ നല്ല രീതിയിൽ സെയിലാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ലാൻഡിംഗ് പേജ് വരുന്നത്. ഓക്കെ, സെയിൽ പേജ് വരുന്നത് ഇതാണ്. അതായത് ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അപ്പോൾ ഓൾറെഡി പുതിയ പെറ്റ് വാങ്ങിയിട്ടുള്ള പുതിയൊരു ഡോഗിനെ വാങ്ങിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, എങ്ങനെ നമ്മുടെ ഡോഗിനെ ട്രെയിൻ ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. സോ ഈ പ്രോഗ്രാം നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ വന്നിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു പർട്ടിക്കുലർ കമ്മീഷൻ ലഭിക്കുന്നു, ഇൻസ്റ്റൻറ്റ് ആക്സസ്. അതായത് ഇവിടെ നമുക്കത് മീൻസ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ പോയിട്ട് ഒരാൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെയിലിന് $44 നമുക്ക് ലഭിക്കുന്നു. $44 ആവറേജ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിക്ക് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ക്ലിക്ക് ബാങ്കിൻ്റെ ഏറ്റവും ടോപ്പ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് USA ആണ്. USA റിലേറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ക്ലിക്ക് ബാങ്കിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് USA ചെയ്യുന്നത്. USA ആളുകൾ കാണുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ മുൻപിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് US ഫ്രീ ക്ലാസിഫൈഡ് ആഡ്സ് usnetads.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ട്രാഫിക് നമുക്ക് സിമിലർ വെബ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 48K വിസിറ്റേഴ്സ് പെർ മന്ത് ഈ ഒരു സൈറ്റിനകത്തേക്ക് വരുന്നുണ്ട്. usnetads എന്നാണ് ഈ സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഇതുപോലെയുള്ള പ്രൊമോട്ടുകൾ നമുക്ക് USA ബേസ് ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫൈഡ് പോസ്റ്റിംഗ് സൈറ്റാണ്. ഇത് ക്ലാസിഫൈഡ് ആഡുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ട്രാഫിക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് താഴെ വന്നു കഴിഞ്ഞാൽ 51% ഓൾമോസ്റ്റ് പകുതിയോളം, ഇപ്പോൾ ഈ 48,000 നമ്മൾ കണ്ടതിൽ ഓൾമോസ്റ്റ് പകുതിയോളം വരുന്നത് USA ആണ്. ദെൻ 33% ഇന്ത്യ ആൻഡ് 3% UK, 3% ഫ്രാൻസ്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു 51% വരുന്നത് USA ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ USA എന്നുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് usnetads.com എന്ന് പറയുന്ന ഈ സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഇത് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, രജിസ്റ്റർ സൈനപ്പ് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ കാണുന്നതൊക്കെ അഡ്വർടൈസിംഗ് ആണ് കേട്ടോ, ഇതൊക്കെ പരസ്യങ്ങളാണ്. ഇതാണ് ഒരു റവന്യൂ. ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്തും അതുപോലെ കസ്റ്റമേഴ്സ് ഇത് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് പരസ്യം വരുന്നുണ്ട്. കണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല അഡ്വർടൈസിംഗ് വരുന്നുണ്ട്. അതാണ് ഈ ഒരു സൈറ്റിൻ്റെ റവന്യൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഫ്രീ ക്ലാസിഫൈഡ് ആഡ്സിൽ വന്നതിന് ശേഷം
ക്ലിക്ക് ഹിയർ ടു പോസ്റ്റ് ആഡ്സ് എന്ന് കാണാം ഉണ്ടല്ലോ. ക്ലിക്ക് ഹിയർ ടു പോസ്റ്റ് ആഡ്സ് മുകളിൽ തന്നെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസിങ് ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേജ് വരും. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് അഡ്വർടൈസിങ് നമ്മുടെ പർട്ടിക്കുലർ ആഡ്, അത് ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണോ അത് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ആഡ് ടൈറ്റിൽ കൊടുക്കണം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഇമേജ് ആവശ്യമെങ്കിൽ. ഇത് ഇവിടെ നിർബന്ധമായിട്ട് പറയുന്നൊരു കാര്യമല്ല. നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ, റിക്വയർഡ് കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ ഒരു റെഡ് മാർക്കുന്നത് കാണാം. അപ്പോൾ കാറ്റഗറി എന്തായാലും നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ ഓണറുടെ നെയിം കൊടുക്കണം, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി ഒന്നും നിർബന്ധമില്ല. അതുപോലെ ഒരു ആഡ് പാസ്വേഡ് കൊടുക്കണം, വെരിഫിക്കേഷൻ കോഡ് കൊടുക്കണം. വെരിഫിക്കേഷൻ കോഡ് പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ ആഡ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കാം. റിക്വയർഡ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, കണ്ടല്ലോ സ്റ്റാർ ഐക്കൺ കൊടുത്തിരിക്കുന്നത്. ദെൻ നമുക്ക് ആഡ് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വേണം. ഇതിന് നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അഡ്വർടൈസിങ് കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ കോപ്പറേറ്റഡ് കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. വിച്ച് മീൻസ് ഈ പ്രൊഡക്റ്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ഉണ്ടാക്കി. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന ഒരാൾക്ക് അത് സാധിച്ചിരുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതൊരാൾക്ക് ഒരു വർക്കായിട്ട്, ഒരു ഫ്രീലാൻസ് ജോബായിട്ട് കൊടുക്കണം, മറ്റൊരാൾ നമുക്ക് എഴുതി തരുന്ന രീതിക്ക്. പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് ചാറ്റ് ബോട്ടുകൾ, നമ്മുടെ ചാറ്റ് GPT പോലുള്ള ഒരുപാട് ചാറ്റ് ബോട്ടുകൾ നമുക്ക് നിലവിലുണ്ട്. നമ്മുടെ ചാറ്റ് GPT, അതുപോലെ കോപൈലറ്റ്, ബാർഡ്, അങ്ങനെ ജെമിനി, ഇങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ നമുക്കൊന്ന് ചാറ്റ് ബോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കണ്ടൻറ്റ് എന്താണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട റിസൾട്ട് നമുക്ക് ഈ ബോട്ടുകൾ, ചാറ്റ് ബോട്ടുകൾ നമുക്ക് നൽകും. റൈറ്റ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ആൻ ആഡ് ടൈറ്റിൽ, ബെസ്റ്റ് ഡോഗ് ട്രെയിനിങ്, ഡിജിറ്റൽ കോഴ്സ് ആൻഡ് ആഡ് ഇമോജീസ്. ഇമോജീസ് ആഡ് ചെയ്യാൻ പറയുന്നത് സംഭവം ഒന്ന് കളറായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം അഡ്വർടൈസിങ് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയിൽ വിസിബിൾ ആവും ഇമോജീസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്. So write an advertisement description for an ad title, best dog training, digital course and add emojis. നമുക്ക് ഇമോജീസ് ആഡ് ചെയ്തുകൊണ്ടുള്ള, ഇത് ഇമോജീസ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ആഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ ലഭിക്കും. കാരണം ഇവിടെ ഇതിൻ്റെ എൻഡിങ് ഒക്കെ നോക്കി, എൻറോൾ നൗ ആൻഡ് മേക്ക് യുവർ ഡോഗ് ദ ബെസ്റ്റ് ഓൺ ദ ബ്ലോഗ്, യുവർ ഡോഗ് വിൽ താങ്ക് യു. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന നല്ലൊരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. സോ ചാറ്റ് GPTയിലേക്ക് ലോഗിൻ ചെയ്തതിന്, ചാറ്റ് GPTയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ചാറ്റ് GPTയിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോംപ്റ്റ് നൽകുക, റൈറ്റ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ആൻ ആഡ് ടൈറ്റിൽഡ്. ഇവിടെ എന്ത് പ്രൊഡക്റ്റാണോ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഡോഗ് ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുത്തത്. ഇതല്ല നിങ്ങൾ ക്ലിക്ക് ബാങ്കിലുള്ള മറ്റേതെങ്കിലും പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാമുകളോ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ക്ലാസിഫൈഡ് ആഡ്സിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കാം. എന്ത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആഡ് ഡിസ്ക്രിപ്ഷൻ വേണ്ടത്. സോ അപ്പോൾ ഇവിടെ നമുക്കൊരു ടൈറ്റിൽ ഇവർ തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോപ്പി ചെയ്യാം. ഓക്കെ, ദെൻ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് ടൈറ്റിൽ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമുക്കിതുപോലെ ഇങ്ങനെ കോപ്പി ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഈ ലൈഫ് ടൈം ആക്സസ്, അതുപോലെ ഇൻട്രാക്റ്റീവ് കമ്മ്യൂണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്റ്റിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഞാൻ കോപ്പി ചെയ്യുന്നില്ല. ഈ താഴെയുള്ള ഈ ഒരു പോർഷൻ കൂടി ഞാൻ കോപ്പി ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് നല്ല ഇൻഫർമേഷൻ വേണം. അത് ഞാൻ ഫസ്റ്റത്തെ നമ്മുടെ ക്ലിക്ക് ബാങ്കിൻ്റെ ബേസ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് എന്താണ്, എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിൽ അവർ ഓഫർ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്കിങ്ങനെ ജനറേറ്റ് ചെയ്ത് തരുന്ന കണ്ടൻറ്റുകളിൽ ഇൻ കേസ് ആ പ്രൊഡക്റ്റിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു സംശയമാണ് അതുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല, അങ്ങനെയാണെങ്കിൽ അതിവിടെ ഓഫർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ചാറ്റ് GPTയുടെ സഹായത്താൽ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മളിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്, ആഡ് ഇമേജ്. ഇതിന് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ലാൻഡിംഗ് പേജിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പിക്ചർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അഫിലിയേറ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് പേജിൽ പോകാം. ബ്രെയിൻ ട്രെയിനിങ് ഫോർ ഡോഗ്സ്. അഫിലിയേറ്റ് പേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ ഓണേഴ്സ് ഇത് അഫിലിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ നൽകുന്നുണ്ട്, അഫിലിയേറ്റ് ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാനേഴ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. കണ്ടല്ലോ, ബാനേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. ഇതിനകത്ത് ഗോ ടു ബാനേഴ്സ് ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇമേജുകൾ, ബാനർ ഇമേജുകൾ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകൾ നമുക്ക് ആവശ്യമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. കാരണം ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമേജുകളാണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റൊരു ഓപ്ഷൻ, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ലീഡ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റിലേക്ക് തന്നെയാണ്. ഇതിൻ്റെ ഇമേജ് ഉപയോഗിച്ചിട്ട് വേറെ പ്രൊഡക്റ്റിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, ഈ പ്രൊഡക്റ്റിൻ്റെ ഇതേ കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഇമേജ് നമുക്ക് സേവ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ സേവ് ചെയ്യുകയാണ്.
ഓക്കെ, നമ്മുടെ ഡിവൈസിനകത്തേക്ക് അത് സേവ് ആയിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ നമുക്ക് തിരികെ നമ്മുടെ ആഡ് പോസ്റ്റിലേക്ക് വന്നതിന് ശേഷം ആഡ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ നിർബന്ധമില്ല കേട്ടോ, കണ്ടല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു റെഡ് സ്റ്റാർ വരുന്ന കണ്ടൻറ്റുകളാണ് വളരെ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത്, മറ്റുള്ളത് ഇല്ലാത്തതാണ്. ചൂസ് ഫയൽ കൊടുത്തതിന് ശേഷം ഞാൻ ആ ഒരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇമേജ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ആവാതെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഭാഗം. ഇവിടെയാണ് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കേണ്ടത്. ബിക്കോസ് ഈ ലിങ്കിലൂടെ ആ പ്രൊഡക്റ്റിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞിട്ട് അവർ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ $44 നമ്മുടെ കമ്മീഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാവരും ചെയ്യണം. നേരെ നമ്മുടെ ക്ലിക്ക് ബാങ്കിൻ്റെ മാർക്കറ്റ് പ്ലേസിലേക്ക് വന്നതിന് ശേഷം പ്രൊഡക്റ്റ് എടുക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ പ്രൊമോട്ട് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് കാണാം. പ്രൊമോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിക് നെയിം എന്താണോ അത് നിങ്ങളുടെ നിക് നെയിം തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇവിടെ ശ്രീകാന്ത് 6 എന്ന് പറയുന്ന ഈ ഒരു നിക് നെയിം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നമ്മുടെ യൂട്യൂബിനകത്തുള്ള ട്യൂട്ടോറിയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നിക് നെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെയിം പലരും യൂട്യൂബ് വീഡിയോകൾ കാണുന്ന സമയത്ത് പറ്റുന്ന ഒരു അബദ്ധമാണ്. ഈ യൂട്യൂബ് ട്യൂട്ടോറിയൽ കാണുമ്പോൾ എന്താണോ അവിടെ നിക് നെയിം കൊടുത്തിരിക്കുന്നത് അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ നിക് നെയിം എന്താണോ അവിടെ നിങ്ങൾ ക്ലിക്ക് ബാങ്കിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട കമ്മീഷൻ വരുന്നത് എൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഫിലിയേറ്റ് നിക് നെയിം എന്താണോ അത് തന്നെ ഇവിടെ കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ട്രാക്കിംഗ് ID ഇത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമെങ്കിൽ കൊടുത്താൽ മതി. അതായത് ഉദാഹരണത്തിന് നമുക്ക് ഈ ട്രാഫിക് വന്നിരിക്കുന്നത് ഈ ക്ലാസിഫൈഡ് ആഡ്സ് എന്നാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ആഡ് USA അങ്ങനെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് കണ്ടൻറ്റ് ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കുക. അത് നമുക്കത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണ് അത് വന്നിട്ടുള്ളത്, നമുക്ക് ഹോപ്പ് എവിടെ നിന്നാണ്, ഹോപ്പ് എന്ന് മീൻസ് അതിലേക്ക് ക്ലിക്കുകൾ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, അതുപോലെ സെയിൽസ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഈ ബ്രെയിൻ ഡോഗ് തന്നെ നമുക്ക് പല ഏരിയകളിലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് സൈറ്റിൽ നിന്നാണ് നമുക്ക് ആ റിസൾട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സെയിൽസ് വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രാക്കിംഗ് ID കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല, അത് ഓപ്ഷനായിട്ട് തന്നെ കിടക്കട്ടെ, മീൻസ് അത് empty ആയിട്ട് തന്നെ കിടക്കട്ടെ. ദെൻ ലാൻഡിംഗ് പേജ്, ഇപ്പോൾ ഇവിടെ പർട്ടിക്കുലർ ഒരൊറ്റ ലാൻഡിംഗ് പേജ് ഉള്ളതുകൊണ്ട് പ്രൈമറി ലാൻഡിംഗ് പേജിലേക്കായിരിക്കും പോകുന്നത്. ഹോപ്പ് ലിങ്ക് കൊടുക്കുന്നു. ദെൻ നമുക്ക് ക്രിയേറ്റ് ഹോപ്പ് ലിങ്ക് കൊടുക്കാം. ക്രിയേറ്റ് ഹോപ്പ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അഫിലിയേറ്റ് ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹോപ്പ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട്, ഓക്കെ, ഇത് ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ അഡ്വർടൈസിങ് പോസ്റ്റിലേക്ക് പോയതിന് നമ്മൾ പോസ്റ്റിംഗ് സെക്ഷനിലേക്ക് പോയതിന് ശേഷം ഇവിടെ റിലേറ്റഡ് ലിങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്ന ഒരാൾ അതിൻ്റെ റിലേറ്റഡ് ലിങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു URL ക്ലിക്ക് ചെയ്തിട്ട് പോയി എത്തുന്നത് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ ആ പ്രൊഡക്റ്റിലേക്കാണ്. ഇത് നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാറ്റഗറിയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്കിപ്പോൾ പെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി ഉണ്ടോ എന്നുള്ളത് നോക്കാം. പെറ്റിൽ തന്നെ ഡോഗ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് പെറ്റ് ആൻഡ് ആനിമൽസ് കണ്ടല്ലോ, പെറ്റ് ആൻഡ് ആനിമൽസിൽ ഈ ബേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളും ക്ലിക്ക് ബാങ്കിലുണ്ട് കേട്ടോ. ഞാനിവിടെ ബേർഡ് കണ്ടപ്പോൾ എന്ന് പറഞ്ഞെന്ന് മാത്രം, ബേർഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ ക്ലിക്ക് ബാങ്കിനകത്തുണ്ട്. ദെൻ ഇവിടെ നമുക്ക് പെറ്റ് ആൻഡ് ആനിമൽസ് ഡോഗ്സ് എന്ന് കാണാം, കണ്ടല്ലോ ഡോഗ്സ്. ഓക്കെ, പെറ്റ് ആൻഡ് ആനിമൽസ് ഡോഗ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഏറ്റവും നല്ല ബെസ്റ്റ് കാറ്റഗറിയാണത്. ബിക്കോസ് ഡോഗ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക്, യൂസ് ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ടാർഗറ്റഡ് സിറ്റി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്കത് ബ്ലാങ്ക് ആക്കി ഇടാം. ബ്ലാങ്ക് മീൻസ് ഓൾ സിറ്റീസ്, എല്ലാ സിറ്റീസിൽ നിന്നും ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ടാർഗറ്റ് സിറ്റി എന്നുള്ളത് ബ്ലാങ്ക് ആക്കി ഇടാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ്, നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നൽകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ സ്റ്റേറ്റ്സ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, എല്ലായിടത്തും അത് ലിസ്റ്റ് ചെയ്യുന്ന വിധം. ദെൻ ആഡ് ഓണർ നെയിം, ആഡ് ഓണർ മീൻസ് അഡ്വർടൈസ് ചെയ്യുന്നത് ആരാണ് അവരുടെ പേര് ഇവിടെ കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ഫ്രീലാൻസർ എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ കോൺടാക്റ്റ്, ഫോൺ നമ്പർ അതുപോലെ മെയിൽ ID ഇവിടെ റിക്വയർഡ് അല്ല, അതുകൊണ്ട് തന്നെ അത് കൊടുക്കണം നിർബന്ധമില്ല. ദെൻ നമുക്ക് അടുത്തത് വേണ്ടത് ഒരു അഡ്വർടൈസിങ് പാസ്വേഡാണ്. നമുക്കൊരു പാസ്വേഡ് ഈ ഒരു ആഡിന് വേണ്ടിയിട്ട് വേണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു പാസ്വേഡ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ നമുക്ക് വാലിഡേഷൻ കോഡ്, ഇവിടെ താഴെ നമുക്കൊരു കോഡ് കാണാം, കണ്ടല്ലോ. ഈ ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 1612 ഓക്കെ, വാലിഡേഷൻ കോഡ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകൾ കംപ്ലീറ്റ് ആയി. നമുക്ക് ChatGPTയുടെ സഹായത്താൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇമോജികളൊക്കെ ആഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ദെൻ ആഡ് ഇമേജ് നമ്മൾ നൽകി. URL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് URL. നിങ്ങളുടെ നിക് നെയിം കൊടുത്തിട്ട് ഹോപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോപ്പ് ലിങ്ക് ഇവിടെ അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്തു, സ്റ്റേറ്റ് ഫ്രീലാൻസർ എന്നുള്ള പേര് കൊടുത്തു, നമ്മുടെ ആഡ് പാസ്വേഡ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്കിവിടെ സബ്മിറ്റ് കൊടുക്കാം.
സോ നമ്മളിവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സബ്മിറ്റ് യുവർ ന്യൂ ആഡ്. ക്ലാസിഫൈഡ് ആഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂകൾ, ഉദാഹരണത്തിന് വാലിഡേഷൻ കോഡിൽ എററോ അല്ലെങ്കിൽ ഇമേജിൻ്റെ കേസുകൾ അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ കറൻറ്റ്ലി ഇതിന് ഒരു എറർ വന്നിട്ടില്ല, നമുക്ക് നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ ഒരു ആഡ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ന്യൂ ആഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആസ് വി ക്യാൻ സീ ഹിയർ ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രോഡക്റ്റ് ദാറ്റ് പേസ് $100+ ഇൻ ഈ സെയിൽസ്. നമുക്ക് ഓരോ സെയിൽസിനും 100ൻ്റെ മുകളിൽ കമ്മീഷൻ തരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ക്ലിക്ക് ബാങ്കിനകത്തുണ്ട്. സോ വരും ദിവസങ്ങൾ നമുക്ക് ക്ലിക്ക് ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ, കൂടുതൽ പ്രൊമോഷൻ മെത്തേഡുകൾ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.